ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ്. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PC-യിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രത്യേക കാര്യം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ RRB ടീച്ചറിൻ്റെ ഫീ പേയ്മെൻറ്റുള്ള ഡേറ്റ് ലാസ്റ്റ് ഇട്ടുന്നതായിരുന്നു. നാളെ മുതൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉള്ളവരൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ ഡാറ്റാസ് ആഡ് ചെയ്യാനുള്ളവരൊക്കെ നാളെ മുതൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, എല്ലാവരും എന്തെങ്കിലും തിരുത്താനുണ്ടെങ്കിൽ, നിങ്ങളെ ഓർഡർ എന്തെങ്കിലും ക്രമീകരിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വെച്ചിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. ഓക്കെ, അതോടൊപ്പം തന്നെ ഇനി ഈ RRB ടീച്ചറിൻ്റെ ക്ലാസ്സിൽ, ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്കും ജോയിൻ ചെയ്യാം. നമ്മുടെ ഫീസ് 50% കുറച്ചിട്ട് 599 ആണ് ഫീസ്. ഓക്കെ, അപ്പം അതിൽ ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യുന്നവർ ഈ മുകളിൽ കാണപ്പെടുന്ന ഈ നമ്പറിൽ, അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്ന ആ നമ്പറിൽ ഏതെങ്കിലും വിളിക്കുകയോ അല്ലെങ്കിൽ ഈ നമ്പറിൽ 7736750473 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യുക. ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസ്, HSA ഫിസിക്കൽ സയൻസ്, HSA നാച്ചുറൽ സയൻസ്, HSA ഫിസിക്കൽ സയൻസ്, അതുപോലെ തന്നെ LPUP ലോങ് ടേം, അതുപോലെ തന്നെ LPUP ഇൻ്റർവ്യൂ, അല്ലെങ്കിൽ HSA ജനറൽ ബാച്ച്, ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫീസ് എല്ലാത്തിനും 50% ഓഫേഴ്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അപ്പം അതുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്, നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്, ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ചാനൽ കാണുന്നവർ ഈ തുടർന്നുള്ള ഈ വീഡിയോയും എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക, പരമാവധി എത്തിക്കുവാൻ ശ്രമിക്കുക. നല്ല നല്ല അവസരങ്ങളാണ്, അവർക്കും ജോലി കിട്ടട്ടെ, പഠിക്കട്ടെ കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റിലൂടെയും കോളിലൂടെയൊക്കെ ചോദിക്കുക, വാട്സപ്പിലൂടെ ചോദിക്കുക. എല്ലാത്തിനും കൃത്യമായ മറുപടി പരമാവധി നൽകുന്നതായിരിക്കും. അതുപോലെ തന്നെ എല്ലാവരും തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക. ഓക്കെ, അവസാനമായിട്ട് ഈ ഇൻട്രൊഡക്ഷനിൽ ഒരു കാര്യം തീർച്ചയായിട്ടും പറഞ്ഞോട്ടെ. ഇങ്ങനെയുള്ള നമ്മുടെ പോസ്റ്റ്, ഈ ഒരു ജോലി സംബന്ധമായിട്ടുള്ള ടീച്ചർ പോസ്റ്റ്, അങ്ങനെയുള്ള പോസ്റ്റ് സംബന്ധമായിട്ടുള്ള ഒരു കാര്യം, അതിൻ്റെ ഇൻട്രൊഡക്ടറി വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഫുള്ളായിട്ട് നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഉണ്ടാകത്തില്ല. എല്ലാം അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കണ്ടിട്ട് വീണ്ടും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലൂടെയും അല്ലാതെ വിളിച്ചുമൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, EMRS-ഉമായിട്ട് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോവുകയാണ്. EMRS എന്ന് പറയുമ്പോഴത്തെ ഇത് EMRS സ്കൂളിൻ്റെ ഒരു സ്ഥലത്തെ ഒരു സ്കൂളിൻ്റെ ചെറിയൊരു ഫോട്ടോസ് ആണ്, അത്ര ക്ലിയർ ഇല്ല. ഓക്കെ, ഇങ്ങനെയുള്ള സ്കൂളുകൾ EMRS സ്കൂൾ. ഓക്കെ, അതായത് EMRS എന്ന് പറയുമ്പോഴത്തേക്ക് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂള്. ഓക്കെ, മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫേഴ്സിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളുടെ ഒരു കൂട്ടം. ഓക്കെ, അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടീച്ചിങ് വേക്കൻസികളും നോൺ ടീച്ചിങ് വേക്കൻസികളും എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കും. അത് നടത്തുന്നത് നെസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. NESTS നെസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. നെറ്റ്സ് എന്ന് പറയുന്നത് ഒന്നുമില്ല, നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ട്രൈബൽ സ്റ്റുഡൻസ്. അവരാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ EMSR എന്ന് പറയുന്നത്, EMRS എന്ന് പറയുന്നത്, EMS അല്ല, EMRS. ഓക്കെ, ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ. ഓക്കെ, റെസിഡൻഷ്യൽ സ്കൂളാണ്. ഓക്കെ, അപ്പം നാഷണൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഫോർ ദ ട്രൈബൽ സ്റ്റുഡൻസ് അവരാണ്, അല്ലെങ്കിൽ ആ ഒരു ഏജൻസിയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം, ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തുന്നത്. അപ്പം ഈ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൻ്റെ ഈ വർഷത്തെ 2025 വേക്കൻസികൾ, നോട്ടിഫിക്കേഷനുകൾ നമ്മുടെ മാർച്ച് അവസാനമോ ഏപ്രിലോടുകൂടി വരും. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കും. അതിനുള്ള കാര്യങ്ങളും നടപടികളും എല്ലാം ആയിട്ടുണ്ട്. ഏകദേശം ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് പോസ്റ്റുകളായിട്ട് 38,000 പ്ലസ് വേക്കൻസികളാണ് വരാൻ പോകുന്നത്. 38,000 പ്ലസ് വേക്കൻസിയാണ് അവിടെ വരാൻ പോകുന്നത്.
ഓക്കെ, കഴിഞ്ഞ തവണ വിളിച്ചപ്പോഴത്തേക്ക് ഏകദേശം 5886 ആ ഒരു ലെവലായിരുന്നു വേക്കൻസി. ഇപ്പോൾ 38,000-ഓളം വേക്കൻസി ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് വേക്കൻസി ഓക്കെ വരാൻ പോവുകയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ അതിൽ ടീച്ചിങ് വേക്കൻസി എന്ന് പറയുമ്പോഴത്തേക്ക് TGT PGT മാത്രമാണുള്ളത് കേട്ടോ. TGT PGT മാത്രമാണ്. EMRS TGT ആൻഡ് PGT റെസിഡൻഷ്യൽ സ്കൂളുകളായതുകൊണ്ട് അതായത് കുട്ടികൾ താമസിച്ച് പഠിക്കുന്നതാണല്ലോ. അതായത് ട്രൈബൽ ഏരിയയിലെ കുട്ടികളെ ഗവൺമെന്റ് ഫ്രീ എഡ്യൂക്കേഷൻ കൊടുത്തു സാധാരണക്കാരോടൊപ്പം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഈ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സ് ഈ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ റൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ആ വേക്കൻസികൾ വരുന്നത്. അതായത് TGT ഉണ്ട്, PGT ഉണ്ട്, പ്രിൻസിപ്പൽസ് ഉണ്ട്, പ്രിൻസിപ്പാളുണ്ട്, അത് തന്നെ ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉണ്ട്, ക്ലർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ഹോസ്റ്റൽ വാർഡൻസ്, അങ്ങനെ പോകുന്ന നോൺ ടീച്ചിങ് സ്റ്റാഫ്സും ഉണ്ട്. വളരെ വിശാലമായിട്ടുള്ള സാലറി സ്കെയിലും ഒക്കെയുള്ള അതായത് നമ്മൾ വിചാരിക്കാത്തത്ര 1 ലക്ഷത്തിന് പുറത്ത് എല്ലാത്തിനും TGT ആയിരുന്നാലും PGT ആയിരുന്നാലും പ്രിൻസിപ്പാളിനൊക്കെ 2 ലക്ഷത്തിന് മുകളിലാണ് സാലറി. TGT ആൻഡ് പ്രിൻസിപ്പൾ എബവ് 1 lakh ആണ്. പിന്നെ അതിന്റെ മറ്റ് ബെനിഫിറ്റ്സുകളുമാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഫസ്റ്റ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ട്യൂൺ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒക്കെ ഓണാക്കി വെച്ചിരിക്കുക. വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങളെല്ലാം കറക്റ്റ് രീതിയിൽ എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. വലിയ ഫീ ഒന്നുമില്ല അപ്ലൈ ചെയ്യുന്നതിന്. ഓക്കെ, നമ്മൾ റെയിൽവേയുടെ അതേ ക്രൈറ്റീരിയയിലുള്ള ഫീ ഒക്കെയാണ് സാധാരണയായിട്ട് വരുന്നത്. ഓക്കെ, ഇനി സാധാരണ ഈ EMRS ഏകലവ്യ മെമ്മോറിയൽ റെസിഡൻഷ്യൽ സ്കൂളിൽ സാധാരണയായിട്ട് ഒരു ഏജൻസിയും വിളിക്കാത്ത തരത്തിലുള്ള ലാംഗ്വേജിന് ടീച്ചറിനെ വിളിക്കാറുണ്ട്. ഇത് കഴിഞ്ഞ തവണത്തെ 2023 വിളിച്ചിട്ട് 24 കട്ട് ഓഫ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ഇത് ആക്ച്വലി അന്ന് ലാംഗ്വേജസിന് TGT ബംഗാളി, ഇംഗ്ലീഷ്, ഗുജറാത്തി, ഹിന്ദി, ഇംഗ്ലീഷിന്റെ കട്ട് ഓഫ് 74.25 ആണ്. 74 അൺറിസർവ്ഡിന്റെ കട്ട് ഓഫ്. EWSന് 66.75, OBCക്ക് 66.25, SC 62.25, ST 50.75, ബാക്കിയുള്ള ഇങ്ങനെ പോകുന്നുണ്ട്. ഓക്കെ, അതായിരുന്നു കഴിഞ്ഞ കട്ട് ഓഫ് എന്ന് പറയുന്നത്. പിന്നെ ഹിന്ദി, കന്നഡ, മലയാളം ഉണ്ടായിരുന്നു. മലയാളം 62 ആയിരുന്നു ലാംഗ്വേജിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. 62. അതിൽ EWSും OBCയും SCയും ST ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, ജസ്റ്റ് കട്ട് ഓഫ് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. പിന്നെ ബാക്കിയുള്ള ലെവലിലേക്ക് വരുമ്പോഴത്തേക്ക്, പിന്നെയുള്ള TGT ആൻഡ് PGT പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഹോസ്റ്റൽ നോൺ ടീച്ചിങ് ഹോസ്റ്റൽ വാർഡൻ, മെയിൽ, ഫീമെയിൽ, ലാബ് അറ്റൻഡന്റ്, ലൈബ്രറേറിയൻ, PGT ബംഗാളി, PGT ബയോളജി 71 അൺറിസർവ്ഡ്. പിന്നെ ബാക്കി OBC, SC, ST 60, 58, 54, 45, 47, 36 ആ ഒരു ലെവലിലേക്ക് ഏകദേശം 60-70 ആ ഒരു റേഞ്ചിലേക്ക് നിൽക്കുന്നു. ബാക്കി കെമിസ്ട്രി, കൊമേഴ്സ്, കമ്പ്യൂട്ടർ സയൻസ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ജിയോഗ്രഫി, ഹിന്ദി, ഹിസ്റ്ററി, മാത്സ്, ഫിസിക്സ് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ട് ബൾക്ക് പോസ്റ്റാണ് വിളിക്കുന്നത്. ഇതിന്റെ കട്ട് ഓഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഓരോരോ സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്തിട്ട് നമുക്ക് അനലൈസ് ചെയ്യാം. നെക്സ്റ്റ് കട്ട് ഓഫ് എത്രയാവും എന്നൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെ ആയിരുന്നു നമ്മുടെ ഏകലവ്യയുടെ കഴിഞ്ഞ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പം ഈ വർഷത്തെ 2025 വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ഗവൺമെന്റ് ഇത്തവണത്തെ ബഡ്ജറ്റിൽ തീർച്ചയായിട്ടും അതിനുള്ള തുക വകമാറ്റി വെച്ചിട്ടുണ്ട്. 2025-26 ബഡ്ജറ്റിൽ കാരണം 7088.60 crore റുപ്പീസ് ആണ് ഇതിനു വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഉടനെ തന്നെ വിളിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ റെയിൽവേയുടെ പഠനം, അല്ലെങ്കിൽ റെയിൽവേ പഠിക്കുന്നവര്, അല്ലെങ്കിൽ മറ്റ് ഇതൊക്കെ ചെയ്യുന്നവര് തീർച്ചയായിട്ടും അതൊരു ബേസ് ആക്കാൻ ശ്രമിക്കുക. ആ സാധനങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതിന്റെ കൂടെ സബ്ജക്റ്റും കൂടെ ആഡ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ തുടക്കത്തിലെ ഞാൻ പറഞ്ഞു പോകാം, പ്രായപരിധി എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ അതേ നോംസ് തന്നെയാണ്. ഞാൻ പറയാം, ആദ്യമേ പറഞ്ഞു പോകാം. പ്രായപരിധി ഏജ് എന്ന് പറയുന്നത്
ഏജ് എന്ന് പറയുന്നത് TGTയുടെ ഏജ് എന്ന് പറയുന്നത് 35-ഉം PGTയുടെ ഏജ് എന്ന് പറയുന്നത് 40-ഉമാണ്. പ്രിൻസിപ്പാൾസിന് 50 വരെ അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ TGT 35, PGT 40 എന്ന് പറയുന്നത് ജനറൽ ആയിട്ടുള്ള ഏജ് കാറ്റഗറിയാണ്. ഓക്കെ, ജനറൽ കാറ്റഗറിയാണ്. ഇനി ഇതില് OBC ആണെങ്കിൽ നമുക്കറിയാം 3 വർഷത്തെ റിഡക്ഷൻ കിട്ടും. SC ST മറ്റ് PW അതായത് വികലാംഗരായവർക്കാണെങ്കിൽ 5 വർഷത്തെ ഇളവ് കിട്ടും. ഇത് കൂടാതെ നിങ്ങൾ റെയിൽവേ പോലെ തന്നെയാണ്, ഞാൻ എപ്പോഴും പറയും, സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റുകളിൽ ഗേൾസിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്ക് 10 വർഷത്തെ ഇളവുണ്ട്. 10 വർഷത്തെ ഇളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു OBC ആയിട്ടുള്ള ഒരു ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് TGT എഴുതാനുള്ള ഒരു OBC ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അവർക്ക് TGT അപ്ലൈ ചെയ്യാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 55-3 58 വയസ്സ് വരെ എഴുതാം. 58 വയസ്സ്, അതായത് 35 വയസ്സ് നോർമല്, 10 വയസ്സ് കൂട്ടുമ്പോഴത്തേക്ക് 48, 3 OBCയുടെ 3 48 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ഫീമെയിൽസിന് 48 വയസ്സ് വരെ TGT എഴുതാം. അതുപോലെ തന്നെ PGT ആണെങ്കിൽ ഒരു OBC കാൻഡിഡേറ്റ്സിന് 40 + 10 50, 50 + 3 53, PGTക്ക് 53 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC നോൺ ക്രിമിലിയർ NCL OBC NCL കാൻഡിഡേറ്റ്സിന്. ഓക്കെ, OBC NCL കാൻഡിഡേറ്റ്സിന്. അതുപോലെ തന്നെ SC STക്ക് ഇതേപോലെ തന്നെയാണ്. SC STയുടെ ഒരു ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഇതേപോലെ തന്നെയാണ്. 48 എന്ന് പറയുന്നത് 2 വർഷം കൂടെ എക്സ്ട്രാ ആവും. 48 എന്ന് പറയുന്നത് 50 വയസ്സാവും. 53 എന്ന് പറയുന്നത് 55 വയസ്സാണ്. നിങ്ങൾ കേരള ഗവൺമെന്റിൽ നിന്ന് പെൻഷൻ ആകുന്ന ആ ഒരു ടൈമില് നിങ്ങൾക്കൊരു സെൻട്രൽ ഗവൺമെന്റ് ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അത്രയ്ക്കും വിശാലമായ പ്രായപരിധിയുള്ള പോസ്റ്റുകളാണ് ഈ സെൻട്രൽ ഗവൺമെന്റിലേക്ക് വരുന്നത്. പ്രത്യേകിച്ച് ഈ ഏകലവ്യയെ പോലുള്ള, മിക്കവർക്കും അറിയത്തില്ലായിരിക്കും ഏകലവ്യയുടെ കാര്യം. ഒക്കെ അറിയുന്നവർക്ക് അറിയാം, എഴുതുന്നുണ്ട്, ജോലി കിട്ടുന്നുണ്ട്. ബൾക്ക് പോസ്റ്റുകളാണ് വരുന്നത്. ഇനി കേരളത്തിലുണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യാം, പറയുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ആ പ്രായപരിധി എന്ന് പറയുന്നത്. അപ്പൊ പ്രായത്തെക്കുറിച്ച് ആരെ ചിന്തിച്ച് വിഷമിക്കേണ്ട. ഞാൻ എപ്പോഴും പറയുന്ന പോലെ PSCയുടെ പ്രായം കഴിഞ്ഞവരൊക്കെ പഠിച്ചു തുടങ്ങിക്കൊള്ളുക, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങിക്കൊള്ളുക. നിങ്ങൾക്ക് വിശാലമായിട്ടുള്ള പോസ്റ്റുകൾ വരുന്നു. ഇത് ആ പോസ്റ്റിന്റെ അവരിപ്പം വിളിക്കാൻ പോകുന്ന പോസ്റ്റുകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. പ്രിൻസിപ്പള്, വൈസ് പ്രിൻസിപ്പള്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചർ, ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ, ആർട്ട് ടീച്ചർ, മ്യൂസിക് ടീച്ചർ, ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ, ലൈബ്രറിയൻ, കൗൺസിലർ, സ്റ്റാഫ് നഴ്സ്, ഹോസ്റ്റൽ വാർഡൻ, അക്കൗണ്ടന്റ്, സീനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, ജൂനിയർ സെക്രട്ടറി അസിസ്റ്റന്റ്, കാറ്ററിംഗ് അസിസ്റ്റന്റ്, ഡ്രൈവർ, ഇലക്ട്രീഷ്യൻ, പമ്പർ, ലാബ് അറ്റൻഡന്റ്, ഗാർഡനർ, കുക്ക്, മെസ് ഹെൽപ്പർ, ചൗക്കീദാർ. ഇങ്ങനെ ഇത്രയും പോസ്റ്റുകളാണ് ഇവിടെ വരുന്നത്. മെയിനായിട്ട് നമ്മുടെ ഏകലവ്യെ വിളിക്കുന്നത്. ഓക്കെ, അതിൽ നമ്മുടെ സിലബസ് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ജനറൽ അവയർനെസ് ഉണ്ട്, റീസണിങ് അബിലിറ്റി ഉണ്ട്, ICT കമ്പ്യൂട്ടർ ഉണ്ട്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, പിന്നെ പെഡഗോഗി ആൻഡ് കേസ് സ്റ്റഡി ബേസ്ഡ്, പിന്നെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP 2020, ജനറൽ ഇംഗ്ലീഷ്, ജനറൽ ഹിന്ദി. ഓക്കെ, ജനറൽ ഇംഗ്ലീഷ് ആൻഡ് ജനറൽ ഹിന്ദി എന്ന് പറയുന്ന കാര്യം വളരെ സിമ്പിൾ ആണ്. അതൊക്കെ ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ആയിട്ടുള്ള സിലബസ്. ഇതിന്റെ എല്ലാം ഓരോന്നിനെയും സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഇപ്പൊ ജനറൽ നിങ്ങളൊന്ന് അറിയിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതിന് ഓരോ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ജനറൽ അവയർനെസ് ആണെങ്കിൽ 10 മാർക്ക്, റീസണബിലിറ്റി 10 മാർക്ക്, കമ്പ്യൂട്ടർ 10 മാർക്ക്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 10 മാർക്ക്. ബാക്കിയുള്ള പാർട്ട്, അത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്ന് പറയാം. പാർട്ട് 5 എന്ന് പറയുന്നത്, പാർട്ട് 5ലേക്ക് വരുമ്പോഴത്തേക്ക് ഡൊമൈൻ നോളജ്, അതായത് സബ്ജക്ട് സ്പെസിഫിക് സിലബസ്. ഓക്കെ, പിന്നെ അതുപോലെ എക്സ്പീരിയൻഷ്യൽ ആക്ടിവിറ്റി ബേസ്ഡ്, പെഡഗോജി ആൻഡ് കേസ് സ്റ്റഡി ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, NEP, പിന്നെ കേലോ ഇന്ത്യ, ഫിറ്റ് ഇന്ത്യ ആൻഡ് അതർ സിമിലർ പ്രോഗ്രാംസ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫോർ PET ഒള്ളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട്. അതിനുള്ള മാർക്ക് കൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് 65 + 10 + 5 C+D, അതായത് മൊത്തത്തിൽ ഇതെല്ലാത്തിനും കൂടി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വ്യക്തമായിട്ട് പറഞ്ഞു. സിലബസിന് നമ്മുടെ സബ്ജക്റ്റിന് 5 മാർക്ക്, ബാക്കിയുള്ളതിന് 10 + 5 + 5 മൊത്തം കൂടി 80 മാർക്കിനാണ് ആ ഒരു ഏരിയ എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് അത് മൊത്തം കൂടെ ചേർക്കുമ്പോഴത്തേക്ക് 120 പ്ലസ് പിന്നെ നമ്മുടെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആൻഡ് റീജിയണൽ ലാംഗ്വേജ് ആണ് കേട്ടോ. നമ്മുടെ മലയാളം വേക്കൻസി വരുമ്പോഴത്തേക്കും മലയാളത്തിനെ കുറിച്ചുള്ള റീജിയണൽ ലാംഗ്വേജ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഹിന്ദിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കണമെങ്കിൽ ഹിന്ദി എഴുതിയാൽ മതി. അങ്ങനെയുള്ള അതിനെല്ലാം കൂടെ ചേർത്ത് 30 മാർക്കാണ് ആ ഒരു വരുന്നത്. അങ്ങനെ മൊത്തത്തിൽ 120 പ്ലസ് 30 മാർക്ക് 150 മാർക്ക് ടോട്ടൽ മാർക്ക്. 3 മണിക്കൂറാണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള
പഠിക്കുകയാണെങ്കിൽ, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം കൂടിയാണ് ഈ ഏകലവ്യയുടെ എക്സാം എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സിലബസ് തന്നെയാണ് ഈ കൊടുത്തിരിക്കുന്നതും. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പോർട്ട്ഫോളിയോകളാണ് തന്നിരിക്കുന്നത്. അതായത് 0.25 മാർക്ക് വെച്ച് നെഗറ്റീവ് മാർക്സ് ഉണ്ടെന്നും, ഡ്യൂറേഷൻ 3 hours ആണെന്നും, പിന്നെ പാർട്ട് 1 to 4 and 6 കോമൺ ആണെന്നും, പാർട്ട് 5 സബ്ജക്ട് സ്പെസിഫിക് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ലാംഗ്വേജ് കോമ്പറ്റൻസിക്ക് 20 മാർക്കാണെന്നും അല്ലാതെ 130 മാർക്കാണെന്നൊക്കെ അവർ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഓരോന്നും. അതിനെപ്പറ്റിയൊക്കെ ഉള്ള എല്ലാ ഡീറ്റെയിൽസ് വീഡിയോസ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഇത് അവരിപ്പോൾ ലാസ്റ്റ് ആയിട്ട് സെൻഡ് ചെയ്തിരിക്കുന്ന ഒരു നോട്ടീസാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ നോട്ടീസിനെ കുറിച്ച് പറയുന്നത്? ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഫോർ ദ പ്രിപ്പയറിംഗ് ഫോർ ദ പാനൽ ടു സെലക്ട് കാൻഡിഡേറ്റ് അഗെയിൻസ്റ്റ് റിമൈനിങ് വേക്കൻസീസ്. അതായത് 24/2/2025, അതായത് മുമ്പ് നടന്ന എക്സാംസിന്റെ നെറ്റ്സ് കണ്ടക്ട് ചെയ്തിട്ട് എക്സാം നടന്നതിന് ശേഷം ബാക്കി ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് പുതിയ പോസ്റ്റ് വിളിക്കുന്നതിന് വേണ്ടി അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. ഏപ്രിലോട് കൂടി, അല്ലെങ്കിൽ മാർച്ച് അവസാനം, മാർച്ച് തേർഡ് വീക്കോട് കൂടി, 4th വീക്കോട് കൂടി, അല്ലെങ്കിൽ ഏപ്രിൽ 1st കൂടി അടുത്ത നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതായിരിക്കും. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇതിന്റെ കൂടെ KVSന്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്, അതും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ വളരെ വിശാലമായിട്ടുള്ള പോസ്റ്റും സാലറിയും കാര്യങ്ങളൊക്കെയാണ്. ഏജ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സാലറി എല്ലാത്തിനും 1 lakhന് മുകളിലാണ് സാലറി വരുന്നത്. മീൻസ് ടീച്ചിങ് പോസ്റ്റുകൾക്ക്, അത് പ്രിൻസിപ്പാൾസിനാണെങ്കിൽ 2 ലക്ഷത്തിന് മുകളിലാണ് അതിന്റെ സാലറി വരുന്നത്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കാര്യങ്ങൾ, അതായത് ഈ പ്രിപ്പറേഷന് വേണ്ടി പ്രിപ്പറേഷൻ ആരംഭിക്കുക. അതായത് പ്രായം കഴിഞ്ഞിട്ടുള്ളവര്, അതായത് വളരെയധികം വിഷമിച്ചിരിക്കുന്നവർ, എനിക്ക് PSCയുടെ ഒരു ടെസ്റ്റ് എഴുതാൻ പറ്റുന്നില്ല, എനിക്ക് എഴുതാൻ പറ്റുന്നില്ല എന്നൊക്കെ വിഷമിച്ച് വിചാരിച്ചിരിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ OBC ആണെങ്കിൽ 35 TGT ഞാൻ പറഞ്ഞു 48 വയസ്സ് വരെയും, PGT ആണെങ്കിൽ 53 വയസ്സ് വരെയും, SC ആണെങ്കിൽ 55 വയസ്സ് വരെ നിങ്ങൾക്ക് എഴുതാനായിട്ടുള്ള, സ്ത്രീകൾക്ക് എഴുതാനായിട്ടുള്ള അവസരമുണ്ട്. ഓക്കെ, ജെൻസിനെ സംബന്ധിച്ചിടത്തോളം 35-40 തന്നെയാണ്. അത് OBC ആണെങ്കിൽ 35-3-38, 40-3-43 എഴുതാൻ പറ്റും. ഓക്കെ, അപ്പൊ PGT എഴുതാനായിട്ട് താല്പര്യമുള്ളവർ, PGT എഴുതാനായിട്ട് 43 വയസ്സുണ്ട് OBCക്ക്. PSCയുടെ പ്രായം കഴിഞ്ഞിരിക്കുന്നവരൊക്കെ ഏറ്റവും നന്നായിട്ട് പഠിച്ചു തുടങ്ങിക്കൊള്ളുക. ഇതിന്റെ കൂടെ NVSന്റെ കാര്യം ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നവോദയ വിദ്യാലയ സമിതി, അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ KVS, കേന്ദ്രീയ വിദ്യാലയ, അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ മുമ്പേ തന്നെ വരുന്ന നോട്ടിഫിക്കേഷനാണ് ഞാൻ ഈ പറഞ്ഞ മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന്റെ കീഴിലുള്ള ഈ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിന്റെ ഈ വേക്കൻസി. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക. ഏകദേശം ഉടനെ തന്നെ ആ നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുക. ഇപ്പോഴേ ഉള്ള പഠനം നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് നേടിത്തരുന്നതിനും ജോലി പെട്ടെന്ന്, അതായത് ഒറ്റ വർഷം, അതായത് 25 വിളിക്കുകയാണെങ്കിൽ 25 ഏപ്രിൽ നോട്ടിഫിക്കേഷൻ വന്ന 26 നിങ്ങൾ ടീച്ചറാണ്. 26 ഫസ്റ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാം കഴിയും, അപ്പോയിന്റ്മെന്റും കഴിയും. ഓക്കെ, അപ്പോയിന്റ്മെന്റ്സും കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ ഒറ്റ വർഷം കൊണ്ട്, ഏകദേശം ഒരു വർഷത്തിന് ഇപ്പുറം വെച്ചിട്ട് നിങ്ങൾക്ക് നല്ലൊരു 1 lakhന് മുകളിൽ, 1 ലക്ഷത്തിന് പുറത്ത് ഒരു ടീച്ചർ ആവാനുള്ള ഒരു സുവർണ അവസരമാണ്. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യുക, അതിന് വർക്ക് ചെയ്ത് തുടങ്ങുക. അതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതിന്റെ സിലബസുകൾ, എങ്ങനെ പഠിക്കണം, ഏത് പഠിക്കണം, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസുകൾ, എന്തൊക്കെയാണ് സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്താണ്, അത് റെയിൽവേയോടൊപ്പം തന്നെ ഓരോ ചാപ്റ്റർ ആയിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനോടൊപ്പം ഞാൻ പറഞ്ഞ നമുക്ക് NVSനെ കുറിച്ചും, NVSന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, KVSന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഓക്കെ, ഇതെല്ലാം ഇതിന്റെ കൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു NVSനേക്കാളും KVSനേക്കാളും മുൻപേ, KVS ഇപ്പോൾ ഉടനെ വിളിക്കും, മാർച്ചിൽ വിളിക്കും. NVSനേക്കാളും മുൻപേ EMRS വിളിക്കും. എനിക്ക് തോന്നുന്നു KVS ആൻഡ് EMRS ഏകദേശം ഒരേ ലെവലിൽ തന്നെ, ഒരേ ടൈം ബീയിങ്ങിൽ തന്നെ വിളിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം ബിഗ് ചാൻസ് ആണ്, ബിഗ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. അവസരം പാഴാക്കരുത്. റെയിൽവേക്ക് ഇപ്പോൾ നിലവിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവർ അത് നന്നായിട്ട് പഠിക്കുക. കാരണം അത് തന്നെയാണ് അതിലുള്ള പൂർണ്ണമായിട്ടുള്ള ഭാഗങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. കമ്പ്യൂട്ടറും ഇംഗ്ലീഷും ഹിന്ദി അതിൽ പഠിക്കാനുള്ള, ഇതിലത് പഠിക്കണം. പ്ലസ് സബ്ജക്റ്റും കൂടി ഇതിൽ പഠിക്കണം. നിങ്ങൾ ഓരോ സബ്ജക്റ്റും, നിങ്ങൾ എല്ലാ സബ്ജക്റ്റും ഉണ്ട്. നമ്മുടെ കേരള PSCയിൽ പറയുന്ന പോലെ തന്നെ എല്ലാ സബ്ജക്റ്റുകളും. പിന്നെ ലാംഗ്വേജ് സ്പെസിഫിക് ആണ്. ഇത്രത്തോളം ലാംഗ്വേജസിന് വേണ്ടി ടീച്ചേഴ്സിനെ വിളിക്കുന്ന വേറൊരു എക്സാംസും ടീച്ചർ ലെവലിൽ, അല്ലെങ്കിൽ ടീച്ചർ പോസ്റ്റ് ലെവലിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുക. ഓക്കെ, ഏകദേശം ഇപ്പോഴ് ഫങ്ഷണൽ ആയിട്ടുള്ള
690 സ്കൂളുകളാണുള്ളത്. അതിൽ നമ്മൾ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ഈ സ്കൂളുകളുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഒഡീഷയിലാണെന്നാണ് തോന്നുന്നത്. 100 സ്കൂളിന് പുറത്തുണ്ട് ഒഡീഷയിൽ. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് കേരളത്തിൽ 3 സ്കൂളുകളുണ്ട്. നമ്മുടെ വയനാടും കാസർഗോഡും ഒക്കെ ആയിട്ട് 3 സ്കൂളുണ്ട്. നിങ്ങൾ ചിലർക്ക് അറിയാം, 3 അല്ല 4 സ്കൂളുകൾ കേട്ടോ. കേരളത്തില് 4 സ്കൂളുകളാണ്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. കേരളത്തില് 4 സ്കൂളുകളാണുള്ളത്. ഓക്കെ, 4 സ്കൂളുകൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മലയാളത്തിലുള്ള എക്സാംസും ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കേരളത്തിൽ 4 സ്കൂളുകളാണ്. വയനാട്, കാസർഗോഡ്, അങ്ങനെ 4 സ്കൂളുകളാണുള്ളത്, റെസിഡൻഷ്യൽ സ്കൂളുകളാണുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാം ആണ്. പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന, ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് ഈ ഒരു എക്സാം. പക്ഷേ ഇവിടെ നിങ്ങൾ നമ്മുടെ കേരള PSCയുടെ HSIയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സബ്ജക്ട് മാത്രം പഠിച്ചാൽ പോരാ. അത്യാവശ്യം നമ്മുടെ കോമൺ സെൻസ്, മാത്സും മെന്റൽ എബിലിറ്റിയും റീസണിങ്ങും ഇംഗ്ലീഷും മറ്റു കാര്യങ്ങൾ. അതായത് ഒരു കാര്യം ഓർത്താൽ മതി, നിങ്ങൾ ടീച്ചർ പോസ്റ്റ് പഠിക്കുന്നു, അതിനോടൊപ്പം PSCയുടെ മറ്റ് പോസ്റ്റുകൾ നിങ്ങൾ എഴുതുന്നില്ലേ? PSCയുടെ മറ്റ് പോസ്റ്റുകളിലേക്ക് ഇതെല്ലാം വേണമല്ലോ. PSCയുടെ ഒരു LDCയുടെ എക്സാം പ്ലസ് HSA, PSCയുടെ ഒരു LDC എക്സാമും HSAയും കൂടി, PSCയുടെ ഒരു LD എക്സാം പ്ലസ് HSAയും കൂടി ഒരുമിച്ച് എഴുതുന്നു എന്നുള്ള പ്രത്യേകതയുള്ളതിന്. ഓക്കെ, LD പ്ലസ് HSA ആണ് EMRS, KVS, NVS ഇത്യാദി. ഓക്കെ, ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊള്ളുക. ഇതിലെന്തെങ്കിലും സംശയമുള്ളവർ കമന്റ്സ് സെക്ഷനിലൂടെയോ മെസ്സേജിലൂടെയൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക, അവരും പഠിച്ചു തുടങ്ങട്ടെ. ഓക്കെ, ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഉടനെ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്.